ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പച്ചാപ്പിള് ഇതേപോലെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കിന. നന്നായിട്ട് കഴുകുക. എല്ലാം ഒന്ന് നമുക്ക് ചെറുതാക്കി അരിയ കേട്ടോ. ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പം ഞാനിത് എല്ലാം അരിയട്ടെ. അപ്പം നമ്മൾ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മാങ്ങെല്ലാം വേക്കിൽ വെക്കും കേട്ടോ. പച്ചാപ്പിൾ ഇതേപോലെ ചെയ്ത് ഇനി ഇതിലേക്ക് മുളകും പൊടി ഇങ്ങനെയുണ്ട്. മുളകും പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, ഇത് ഭയങ്കര എരിവാ. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി വേണം, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കണേ. എത്ര അളവായിൽ വെള്ളം ഈ കുഴക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. എൻ്റെ പൊന്നെ, നമ്മളെ പച്ചാപ്പിളില്ല, അല്ല പച്ചമാങ്ങല്ല, അത് വേക്കെടുക്കണം. അപ്പൊ പച്ചാപ്പിള് വാങ്ങിയിട്ട്, പൊതുവെ എല്ലാവർക്കും പച്ചാപ്പിള് കഴിക്കാൻ മടിയായിരിക്കും, അതിന് ഭയങ്കര പുളിയല്ല. അപ്പൊ ഇങ്ങനെ വാങ്ങിയിട്ട് ചെറുങ്ങനെ മുളകും പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അച്ചാറിട്ടാലും സൂപ്പറാ. എല്ലാവരും പച്ചാപ്പിള് വാങ്ങുക, ഇതേപോലെ ഉണ്ടാക്കുക, കഴിക്കുക. ഓക്കെ. മുളക് കുറച്ചിടുക. മുളക് വേണ്ടാത്തവർക്ക് കുരുമുളക് പൊടി ഇട്ടാലും സൂപ്പറാണ്. അതേപോലെ നമ്മൾ പൈനാപ്പിൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല, പച്ചമുളക്, അതേപോലെ ആക്കിയാലും ഇത് സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, ചെറിയൊരു വീഡിയോ. 13-ാം തീയതി അല്ലേ? ഡിസംബർ 13. ഒരു മിനിറ്റ്. എല്ലാവരും പറയും താത്താക്ക് എന്നും വെള്ളിയാഴ്ച ചെയ്യണമെന്ന്. ഇന്ന് 13, ഡിസംബർ 13 കേട്ടാ. പിന്നെ ഡിസംബർ 13 അപ്പോൾ ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാനിത് ചിലപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങനെയല്ലായിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്യലിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും താത്തപ്പം എന്താ വെള്ളിയാഴ്ച ഫുഡ് ഉണ്ടാക്കാത്തതെന്ന്. നമുക്ക് അറബി വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടീന്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മളെ അടുത്ത് വലിയൊരു അറബി വീടാണെന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം ഫുഡ് എന്താണെന്ന്. കണ്ടല്ലോ, ഇത് അലുവയാണ്. ഇതെല്ലാം ഇപ്പം ഞാൻ ആർക്കെങ്കിലും വിളിച്ചിട്ട് കൊടുക്കും കേട്ടോ. ഇതൊന്നും ഞാൻ കഴിക്കില്ല. പക്ഷെ ഫുഡും ഞാൻ എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വേസ്റ്റാക്കി കളയില്ല, ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. എന്താ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പം ഇതാണ് ഇന്ന് അറബി വീട്ടിൽ നിന്ന് കിട്ടിയ ഫുഡ്. ഹലുവ കിട്ടി, ഈത്തപ്പഴം കിട്ടി. ഈത്തപ്പഴം കാണിച്ചു തന്നിട്ടില്ലല്ലോ. കാണിച്ചു തരാ. ഫുഡ് കിട്ടി, പിന്നെ ഈ ഹലുവ കിട്ടി, ഈത്തപ്പഴം കിട്ടി. കണ്ട ഈത്തപ്പഴം, പിന്നെ നമ്മളെ നല്ല മജ്ബൂസ. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല നമ്മള് പച്ചക്കടലെല്ലാം ഇട്ടീന് കേട്ടോ. ഉണ്ട് നല്ല ചോറ, ഭയങ്കര ചൂടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയതാണ്. സൂപ്പർ ചോറാട്ടാ.
അപ്പൊ ഇതിപ്പോ ഒരുപാടില്ല. ഞാൻ ഇപ്പൊ തന്നെ എനിക്കുള്ളത് പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. ഒന്നും ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ഒരു ചോറെല്ലാം ഒന്നും ഒരു സാധനം ഞാൻ വേസ്റ്റ് ആക്കാത്ത ഒരാളാണ്. അപ്പൊ ചോറ് കണ്ടല്ലോ. അപ്പൊ ഞാനൊന്നും എന്താക്കലില്ല, വേസ്റ്റ് ആക്കലില്ല കേട്ടോ. ഒരു സംഗതി ഇപ്പൊ ഇത്രയും ചോറുണ്ട്. ഞാനിത് പിന്നെ എനിക്ക് മാത്രം ഇപ്പൊ ചേച്ചി വരുമോ നോക്കൂട്ടാ. നമ്മളെ ചേച്ചി ഇല്ലേ വീഡിയോയിലുള്ള ചേച്ചി വരുമോ നോക്കും. ചേച്ചി വന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ന്യൂസലാത്ത, അവക്ക് കൊടുക്കൂ. അല്ലെ നമ്മളെ ടാക്സിക്കാരൻ ഡ്രൈവറിന് വിളിച്ചു കൊടുക്കൂ. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വില്ലക്കാർക്ക് ഫുഡ് കിട്ടി. ഇത് വില്ലയിലുള്ളൊരു ജോലി നമുക്ക് കൊണ്ടുത്തരുന്ന തന്നെയാണ് കേട്ടോ. അപ്പൊ അവര് കൊണ്ടുത്തരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കൊറേ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൊത്തത്തിൽ കൊടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് അപ്പാട് ഓലിക്ക് കൊടുക്കല. അപ്പൊ ഓല് പറഞ്ഞത് ആർക്കെങ്കിലും കൊടുത്തോ, താത്ത തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോളൂ. ഒന്നും ഒരു സാധനം ഞാൻ വേസ്റ്റ് ആക്കൂല. എന്താന്ന് പറഞ്ഞാല് ഞാൻ അത്രയും വിഷമിച്ച് ജീവിച്ചൊരു പെണ്ണ. അപ്പൊ ഈ ഒരു ഫുഡിനും വേണ്ടിട്ട് ഇന്നും നമ്മളെ ഇവിടെ ചിലപ്പോ ആൾക്കാരുണ്ടാവും. ഇവിടെ ഒരുപാട് ഫ്രിഡ്ജ് ഉണ്ട്. ഇൻഷാല്ല ഞാൻ ഇനി ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം. യൂട്യൂബ് ഇവിടെ ഖത്തറിലുള്ളവർക്കോ ചിലപ്പോ ദുബായിലെല്ലാം ഉണ്ടാവും. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ഇവിടെ എല്ലായിടത്തും ഫ്രിഡ്ജ് ഉണ്ടാവും. അതാ എന്റെ ഫ്രിഡ്ജ് അടച്ചിട്ടില്ല. ഒരു മിനിറ്റ്. ഈത്തപ്പഴം എടുത്തിട്ട് ഫ്രിഡ്ജ് അടച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഫ്രിഡ്ജ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഞമ്മക്കിപ്പോ ഓവർ ഫുഡാണെങ്കിൽ നല്ല ഫ്രഷോടെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഡ്രസ്സാണെങ്കിലോ ഫുഡാണെങ്കിലോ നല്ലത് കൊടുക്കുക. അപ്പൊ ഞമ്മക്കിത് വേണ്ടാത്ത 2-3 ദിവസം വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ ഒരിക്കലും ആരും കൊണ്ടുവെക്കരുത്. ഇതിപ്പോ നമുക്ക് വേണ്ടാന്ന് വെച്ചാല് നമ്മൾ ഇതേ സ്പോട്ടിൽ കൊണ്ടുവച്ചാല് അത് മറ്റുള്ളവർക്ക് നമുക്ക് ആ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമെന്ന് നോക്കിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് നമ്മൾ കള്ളം പറയല്ല. ഈ ഖത്തറിലുള്ളവർക്ക് അറിയാം. വരിക്കുണ്ടാവും. പല ആൾക്കാരും ഉണ്ടാവും ഇങ്ങനെ നിൽക്കണു കാത്തിട്ട് എന്തേലും കൊണ്ടുപോയി വെക്കണ്ടോ. വൈകുന്നേരം എല്ലാം ആയ ന്യൂസിലാത്തയിലെ ഉള്ള ഫ്രിഡ്ജിന്റെ അവിടെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അറബിയാൾ എന്തേലും കൊണ്ടുവെക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്തേലും കൊണ്ടുവെക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ ആരും എന്താക്കരുത്, ഒരു ഫുഡും വേസ്റ്റ് ആക്കി കളയരുത്. ഞാനല്ല അത്രയും കഷ്ടപ്പെട്ട് ഏതാന്ന് അറിയുന്നോണ്ടാ ഞാൻ ഒരു സാധനം ഞാന് വേസ്റ്റ് ആക്കൂല. ഒരു സാധനം ഞാന് കച്ചറയില് ഒരു സാധനം കളയൂല. നമ്മളെല്ലാം അങ്ങനെയാണ് വളർന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരു സാധനം കളയുമ്പോ മനസ്സിങ്ങനെ പൊട്ടു. ഞാൻ ഒരു വീഡിയോ പറഞ്ഞില്ലേ, ഞാൻ ആകെ അടി കൂടുന്ന എന്റെ വീട്ടിൽ അതിനാണ്. ആവശ്യമുള്ളത് എടുത്തോളി, വേണമെങ്കിൽ പിന്നെ എടുത്തോ. ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അപ്പൊ അതാ ഞാൻ പറയുന്നത്. എന്റെ താത്താക്ക് ഒരു കാര്യമുണ്ട്. ഇപ്പൊ സുഖമില്ലാത്ത താത്തല്ലേ, ക്യാൻസറായ ആ താത്ത ഇങ്ങനെ ചോറ് അങ്ങോട്ട് എടുക്കും. എപ്പോഴും ഒരു പിടി ഉണ്ടാവും കച്ചറ കളയാൻ. എപ്പോഴും ചീത്തയാണ്. അപ്പൊ ആരും വേസ്റ്റ് ആക്കി കളയരുത്. ഇതിപ്പോ എനിക്ക് ആവശ്യമുള്ളത് എടുത്ത് ഞാൻ എന്താക്കും, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കൂട്ടോ. ഈത്തപ്പഴം കൊടുക്കൂ, ഒന്നും വെക്കൂല. അലിവ അപ്പാട് കൊടുക്കും. ഇപ്പൊ അന്ന് കിട്ടിയതില് ബിസ്ക്കറ്റ് പകുതി കൊടുത്ത്, ചോക്ലേറ്റ് കൊടുത്ത്. ചോക്ലേറ്റ് ഇവിടെ വെച്ചിട്ട് കാര്യമല്ലേ, നമ്മളെന്ന് നാട്ടിൽ പോകാനാ. പിന്നെ ഞാൻ തിന്നൂല. അപ്പൊ നമ്മക്ക് എന്താ കിട്ടുന്നു അതെല്ലാം എന്റെ ഫ്രണ്ടാക്കൂ എല്ലാം കൊടുക്കൂട്ടോ. നമ്മള് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേസ്റ്റ് ആക്കാനോ ഡേറ്റ് കഴിയാനോ ഞാൻ വിടലില്ല. അപ്പൊ ഇത് ചെറിയ വീട്. ഇപ്പൊ ഞാനിഞ്ഞ് ഇപ്പൊ ചോറെല്ലാം തിന്നട്ടടാ. ഇന്നത്തെ ഫുഡ് ഇന്ന് വെച്ചിട്ടില്ല. അപ്പൊ ചെറിയൊരു വീഡിയോ. അപ്പൊ ആരും ഫുഡ് വേസ്റ്റ് ആക്കി കളയണ്ട. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. പാവം നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ആ ഫ്രിഡ്ജിന്റെ അവിടെ എല്ലാം പോയി നിൽക്കുമ്പോ നമുക്ക് തന്നെ അതില് വണ്ടിയിൽ പോകുമ്പോ നെഞ്ഞു പോയിട്ടു. ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അപ്പൊ ഡ്രൈവർ എന്നോട് പറഞ്ഞു, താത്ത അത് ആ ഫ്രിഡ്ജിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവെക്കുണ്ടോന്ന് നോക്കി നിൽക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ഒരു ഫുഡിനും വേണ്ടിയിട്ടല്ലേ ഒരു കാത്തു നിൽക്കുന്നത്. ഭയങ്കര വിഷമായി പോയി.
പിന്നെ ആദ്യം ഞാൻ ന്യൂസലാത്തയിലാണ് ഉണ്ടായത്. അപ്പൊ എല്ലാം ഞാൻ എന്തുണ്ടാക്കിയാലും ഇപ്പൊ സാമ്പാറാണെങ്കിലോ പിന്നെ മീൻ കറി ആണെങ്കിലും എല്ലാം ഉണ്ടാക്കിയാല് ഒരു ഡപ്പയില് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് കുറെ ഉണ്ട്. അത് കൊണ്ടൊക്കെ വണ്ടിക്കൂലി കുറെ. അന്ന് പറഞ്ഞാൽ എനിക്ക് നടന്നു പോയി വെക്കാം. ഇപ്പൊ എല്ലാം ഞാൻ മീൻകറി എല്ലാം വെച്ചാലും എന്താ സാമ്പാർ വെച്ചാല് പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചാൽ ഇവർക്ക് കുബൂസിന്റെ കൂടെ കഴിക്കാൻ അപ്പൊ ഞാൻ എന്താക്കും നടന്ന് വൈകുന്നേരം അവിടെ കൊണ്ടുപോയി വെക്കുമായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ താത്താന്റെ ചെറിയ വീഡിയോ. ഓക്കെ, ബൈ ബൈ. എല്ലാരും എൻജോയ് ചെയ്ത് വെള്ളിയാഴ്ച ഇതിപ്പോ നാളെ മറ്റന്നാളേറ്റവും പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടാ. ഓക്കെ, ഇപ്പൊ ഞാൻ 13-ാം തീയതി എടുക്കുന്ന വീഡിയോ. ഓക്കെ, ബൈ ബൈ.